ഫെലിസ പുള്ളിക്കാരിയുടെ 53ാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഇവിടെ അവര് കോളയും ഇത് വെച്ചിട്ട് ഹോല കോമസ്റ്റാസ് ഹോല കോമസ്. ഇനിയും കുറെ കൊമറേഡുകളെ ഇവര് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഏണസ്റ്റോ ചെഗുവേര വേണ്ടി അമേരിക്ക കാണിച്ച കുറച്ച്, USA കാണിച്ച കുറച്ച് സംഭവം. ഹോല കോമസ്റ്റാസ് ആമിഗോ. ഇവിടെ ഈ മോളിൽ നോക്കുമ്പോൾ മലകളായിട്ട് കാണുന്നില്ലേ, ഇതെല്ലാം വോൾക്കാനുകളാണ് കേട്ടോ. അത് ഹലോ ഫ്രണ്ട്സ്, ചിക്കൻ മൺഡേ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും. ലിയോൺ എന്ന് പറയുന്ന, ഞാനിപ്പോൾ ഏത് രാജ്യവും പെട്ടെന്ന് മറന്നുപോയി കേട്ടോ, നിക്കാരാഗ എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് സ്വാഗതം പറയുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ എവിടെയാണ് കിടന്നതെന്ന് കാണിച്ചു തരാം. ഈ കാണുന്ന സ്ഥലത്താണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം കിടന്നത്. നല്ല മനോഹരമായിട്ട് ഇത്രയും നല്ല അടിപൊളി ബെഡിൽ ഇവിടെയാണ് കിടന്നത്. എൻ്റെ ബാഗ് ഇവിടെ ഉണ്ട്. കഴിഞ്ഞ ദിവസം വഴി ചോദിക്കാൻ വേണ്ടി സംസാരിച്ച ഒരു ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ച് അവസാനം പുള്ളിയുടെ സ്ഥലത്ത് എന്നെ കൊണ്ടുവന്ന് കിടത്തി. ഇന്നലെ പുള്ളി എൻ്റെ ഒരു വലിയൊരു നല്ലൊരു സുഹൃത്തായിട്ട് മാറി. പുള്ളി താഴെ ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. Buenos días, bro. Buenos días. Buenos días. ഇതാണ് പുള്ളിയുടെ സുഹൃത്ത്. ഇതാണ് എന്നെ ഇൻവൈറ്റ് ചെയ്ത പുള്ളി കേട്ടോ. ഗ്രാസിയാസ്. ഇവിടെ ഹെൽമെറ്റ് നിർബന്ധമാണ്. നമ്മുടെ യമഹയുടെ R3 ആണ് കേട്ടോ. ഈ കാണുന്ന നമ്മുടെ NS 200 പൾസറിൻ്റെ വളരെ കോമൺ ആയിട്ടുള്ള, നമ്മുടെ നാട്ടിലൊക്കെ കോമൺ ആയിട്ടുള്ള വണ്ടി. നമ്മുടെ നാടൊക്കെ പോലെ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ ഒരു നെയ്ബർഹുഡ്. ബ്രോ ഒരു ടീച്ചറാണ് കേട്ടോ. അപ്പോൾ ബ്രോൻ്റെ സ്കൂളിലോട്ട് പോവുകയാണ്. ഞാൻ കാണിച്ചു തരാം. നമ്മൾ പോകുന്ന വഴിയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. പ്രവേശിച്ചോ. ഇവിടെ നമ്മുടെ പഴം, ഇത് നമ്മുടെ പഴം, ഇത് നമ്മുടെ ചിക്കനും കുറച്ച് വെജിറ്റബിളും, ഇത് തർത്തിയുടെ അകത്ത് വെച്ചിട്ടുള്ള എന്താണ്, ഇത് റൈസും ബീൻസും ഇതാണ്. പിന്നെ ഇവിടെ കുക്കുംബർ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇവരുടെ അച്ചാർ പോലത്തെ സാധനം. പ്രവേശിച്ചോ. ബനാന നമ്മുടെ നാട് പോലെ തന്നെ മരം, ചെറിയ ചെറിയ മുറുക്കാൻ കടകള്, സ്കൂളെന്ന് പറഞ്ഞിട്ട് തന്നെ അത് ആട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ. ആ കാണുന്നത് ഒരു പള്ളിയാണ്, ഒരു ചർച്ചാണ് അവിടുത്തെ. ഏത് കാട്ടിലത്തെ സ്കൂളിലാണെന്നോ പുള്ളി എന്നെ കൊണ്ടുപോകുന്നത്. നമ്മുടെ സ്കൂളിലോട്ട് നമ്മൾ കയറിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ കേരളത്തിലുള്ള സ്കൂളൊക്കെ പോലെ നടുക്കൊരു ചെറിയൊരു ഹായ്, ഇവിടെ ഒരു സ്റ്റേജൊക്കെ ഉണ്ട്. പിന്നെ ബദാമ് മരം, ഇവിടെയുള്ള സ്കൂളുകളിൽ എല്ലായിടത്തും ബദാമ് മരം. നമ്മുടെ നാട്ടിലെ അതേ വെജിറ്റേഷനിലുള്ള കുറേ പ്ലാന്റ്സ്, സസ്യങ്ങളൊക്കെയാണ്. ഇതാണ് കേട്ടോ സ്കൂള്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഇത് ക്യാൻറ്റീനോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കണം. ഇവിടെ കുറച്ച് ചിത്രമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇവരുടെ ക്ലാസ് റൂമൊക്കെ കണ്ടോ. ഇത് കുട്ടികൾക്കൊക്കെ വേണ്ടിയുള്ള സ്കൂളാണ് കേട്ടോ. നാളെ കുട്ടികൾ വരുന്നതിന് മുമ്പ് അവർക്കൊക്കെ വേണ്ടി ഇവർ തയ്യാറാക്കുവാണ് കേട്ടോ. നാളെയാണ് ഇവിടെ ഈ വർഷത്തെ സ്കൂൾ തുടങ്ങുന്നത്. ബിയൻവെനീതോ വെൽക്കം. ഇവിടെയും ബിയൻവെനീതോ ഇതൊക്കെ ഇനി ഒട്ടിക്കണം കേട്ടോ. ഒട്ടിച്ച് കുട്ടികളെ വരവേൽക്കാൻ വേണ്ടി ഇവിടുത്തെ അധ്യാപകർ വന്ന കാഴ്ചയാണ്. ഇത് അധ്യാപകൻ, ഇവിടെ ഇരിക്കുന്ന അധ്യാപകൻ. ഇവിടെ സ്കൂളുകളിൽ ഇവരുടെ നിക്കാരാഗയുടെ ഫ്ലാഗിൻ്റെ കളറായിട്ടുള്ള നീലയും വെള്ളയും കാണാം. അതിൻ്റെയോടൊപ്പം തന്നെ ചുവപ്പും കറുപ്പും കാണാം. എന്താ ഇവിടെ കണ്ടില്ലേ തൂക്കിയിട്ടിരിക്കുന്ന ചുവപ്പും കറുപ്പും, ഇവിടെ നീലയും വെള്ളയുടെ ഫ്ലാഗ്. ഈ ചുവപ്പും കറുപ്പും ഇവിടെ ഭരിക്കുന്ന ഇവിടുത്തെ പ്രസിഡന്റിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ ഫ്ലാഗാണ് കേട്ടോ. അതായത് ഒരു സ്വേച്ഛാധിപത്യ രാജ്യമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയൊക്കെ തന്നെയാണ് ഒരു പരിധിവരെ. അപ്പോൾ പുള്ളിയുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ഫ്ലാഗ് എല്ലായിടത്തും കാണാൻ സാധിക്കും കേട്ടോ, ഈ കറുപ്പും ചുവപ്പുമായിട്ടുള്ള. Necesario que luchemos por hacer mejor las cosas. Entonces, desde ya pues കറക്റ്റ് ഇതിനെയൊക്കെ കണ്ടപ്പോൾ നമ്മുടെ ഏതോ ഗുജറാത്തോ നമ്മുടെ തമിഴ്നാടൊക്കെ പോലെ തോന്നുന്നു.
പ്രധാന ഇത്. ഇപ്പോൾ അവർ പയ്യെ മാറി. മുമ്പ് കുതിരകൾ വെച്ചിട്ടായിരുന്നു ഇവരുടെ യാത്ര മുഴുവൻ. ഇപ്പോൾ നമ്മൾ സ്കൂളിൽ നിന്ന് ഇറങ്ങി. സ്കൂളിനെ കുറിച്ച് പറയുവാണെങ്കിൽ അതൊരു ഗവൺമെൻറ് സ്കൂളാണ് കേട്ടോ. ഗവൺമെൻറ്റാണ് ഫീസ് കൊടുക്കുന്നത് ടീച്ചർമാർക്ക്. കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഫ്രീ ആണ്. പിന്നെ സ്കൂളിൽ ടീച്ചിങ്ങിൽ കിട്ടാൻ വേണ്ടി പരിചയമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ റെക്കമെൻഡേഷൻ വഴി കിട്ടും. പിന്നെ അല്ലെങ്കിൽ ഒരു സംഭവം അപ്ലൈ ചെയ്യണം. നമ്മുടെ നാട്ടിലെ പോലെ PSC അങ്ങനത്തെ ഒരു കോമൺ എക്സാം ഒന്നും അല്ല കേട്ടോ. ഇവർ അപ്ലൈ ചെയ്യണം. എന്നിട്ട് ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും. അങ്ങനത്തെ ഒരു സംവിധാനമാണ്. ഇവിടെ തന്നെ നോക്കിക്കുക, എത്ര ബൈക്കാണ്. ബൈക്ക്. ചൂടെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ് ടെമ്പറേച്ചറൊക്കെ. പക്ഷെ പൊള്ളുന്നു കേട്ടോ. പൊള്ളുന്നു എന്ന് പറയുമ്പോൾ ഈ കാണുന്ന മരത്തിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇത് ഞാൻ മിക്ക നഗരങ്ങളിലും കാണാൻ സാധിച്ചു. എന്താണെന്ന് അറിയില്ല. ഇവിടെ നമ്മുടെ മദർ മേരിയും പിന്നെ ലിയോണിൻ്റെ ഒരു സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് വെച്ചിട്ടുള്ള ഒരിതാണ്. നമ്മളിപ്പോൾ ലിയോൺ നഗരം ആകാശ ദൃശ്യം കാണാൻ വേണ്ടി ഉള്ള ഒരു യാത്രയിലാണ്. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു സ്റ്റേഡിയമാണ് കേട്ടോ. ഇവിടെയും നമ്മുടെ നിക്കാരാഗോയുടെ ഫ്ലാഗും നമ്മുടെ ഓർത്തഗയുടെ ഫ്ലാഗും XFL. ഈ കാണുന്നത് നമ്മുടെ ഇവിടുത്തെ ഒരു വലിയൊരു സ്റ്റേഡിയമാണ്. നമ്മുടെ നാട്ടിലെ പോലെ റോഡിൽ ചവറൊക്കെ വാരിക്കൊണ്ടിടുന്നതിൽ ഇവർ ഭയങ്കര മിടുക്കന്മാരാണ്. എല്ലായിടത്തും ഫുള്ള് വേസ്റ്റും കച്ചവടമാണ് കേട്ടോ. നഗരങ്ങളൊക്കെയാണ് ഇവർ വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നത്. ആളുകൾ താമസിക്കുന്ന നെയ്ബർഹുഡിൽ ആളുകളൊക്കെ എന്ന് പറയുന്നത് വേറെ മോശമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. നമ്മളിവിടെ ബൈക്ക് വെച്ചിട്ട് ഒരു വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ ചേട്ടൻ ഇതോ പോയി പെർമിഷൻ ചോദിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ ഒരു അണ്ടർഗ്രൗണ്ട് പഴയ പ്രിസണായിരുന്നു കേട്ടോ. പഴയ ജയിലായിരുന്നു. ആ ജയിലിലോട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതായത് ഈ സിറ്റിയുടെ മുകൾ ഭാഗത്തുള്ള ഒരു ജയിൽ, പണ്ടത്തെ ജയിൽ. ഈ ജയിലിൻ്റെ മുകളിൽ നിന്ന് കാണുന്നത് അടിപൊളി സ്ഥലങ്ങളാണ്. അതായത് ആ ഒരു ഭാഗത്ത് നമ്മുടെ കടലാണ്, ആ ഒരു ഭാഗത്ത് നമ്മുടെ പസഫിക് ഓഷനാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ മുകളിൽ നിന്ന് നോക്കുമ്പോൾ മലകളായിട്ട് കാണുന്നില്ലേ, ഇതെല്ലാം വോൾക്കാനോകളാണ് കേട്ടോ. അതിൻ്റെ അപ്പുറത്തും വോൾക്കാനോ ഉണ്ട്. അതായത് ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. എന്താ ആ കാണുന്നത് ഒരു വോൾക്കാനോ, ഈ കാണുന്നത് ഒരു വോൾക്കാനോ, ആ കാണുന്നതും വോൾക്കാനോ ആണെന്നാണ് പറയുന്നത്. അവിടെ കാണുന്നത് ഒരു വോൾക്കാനോ, അതിൻ്റെ പുറകിൽ അവിടെ കാണുന്നത് ഒരു വോൾക്കാനോ. ഇതെന്താ വോൾക്കാനോകളുടെ നാടിതോ. അവിടെ കാണുന്നത് മറ്റൊരു വോൾക്കാനോ. ഇവിടെ എല്ലാം todo volcano. Volcano. Hasta Rivas, casi por Costa Rica. ഞാൻ നേരത്തെ കാണിച്ചു തന്ന സ്റ്റേഡിയം അവിടെയാണ്. todo volcano. Cordillera. Marivios. Sí. Le llaman la faja de fuego. ആ കാണുന്ന ഭാഗത്താണ് നമ്മുടെ ലിയോൺ നഗരം. അവിടെ നിങ്ങൾക്ക് ഇവിടുത്തെ യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റിലായിട്ടുള്ള ഇവിടുത്തെ പഴയൊരു കത്തീഡ്രൽ കാണാനായിട്ട് സാധിക്കും. കത്തീഡ്രൽ, അതാണ് നമ്മുടെ ലിയോൺ നഗരം കേട്ടോ. അവിടെ ആയിട്ട് കാണുന്നത് യുനെസ്കോയുടെ അണ്ടറിൽ വരുന്ന ഒരു നഗരമാണ്. അതായത് ഇവിടുത്തെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ പണ്ട് ഇവിടെ ഇൻഡിജിനസ് ആയിട്ടുള്ള ആളുകളായിരുന്നു. ഇൻഡിജിനസ് ആളുകൾക്ക് ശേഷം കാറ്റടിക്കാത്ത രീതിയിൽ ഇവിടെ നിന്ന് കഥ പറയാം. ഇൻഡിജിനസ് ആളുകൾക്ക് ശേഷം 1500 കാലഘട്ടത്തിൽ സ്പാനിഷ് കോളനൈസ് ചെയ്യാൻ വേണ്ടി അവർ വന്നു. സ്പാനിഷിന്റെ അണ്ടറിലായി. പിന്നീട് സ്പാനിഷിന്റെ അടുത്ത് 1800 കഴിഞ്ഞപ്പോൾ എടുത്തു കളഞ്ഞു. പിന്നെ ഇവര് സെൻട്രൽ അമേരിക്കൻ റിപ്പബ്ലിക്കിന്റെയൊക്കെ ഭാഗമായി. പിന്നെ അതിൽ നിന്നും എടുത്തു കളഞ്ഞു. അതിൽ നിന്നും ഇൻഡിപെൻഡന്റ് ആയിട്ട് സമൂസ ഫാമിലി എന്ന് പറയുന്ന ഒരു ഫാമിലി, സ്വേച്ഛാധിപത്യമായിട്ടുള്ള ഫാമിലി ഒരു 50-80 വർഷത്തോളം ഭരിച്ചു. ആ ഫാമിലി എടുത്ത് പൊറുതി മുട്ടിയപ്പോഴാണ് ഇവിടെ റെവല്യൂഷൻ വന്നത്. ഒരു ലെഫ്റ്റ് ചായ്വേക്കുള്ള ഒരു റെവല്യൂഷൻ വന്ന് ഈ ഒരു സ്വേച്ഛാധിപത്യം ഭരിക്കുന്ന ഒരു ഫാമിലിയാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന സ്വേച്ഛാധിപത്യമായിട്ട്. അവരെ എടുത്ത് കളഞ്ഞു. അങ്ങനെ വന്ന് അധികാരത്തിൽ വന്ന ആളാണ് നമ്മുടെ ഓർത്തഗ എന്ന് പറയുന്ന ഇവിടുത്തെ ധീര വിപ്ലവ നായകൻ. പിന്നെ അദ്ദേഹം കുറേ നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ എടുത്ത് കളഞ്ഞു. അമേരിക്ക വന്നു. അമേരിക്ക CIA ഫണ്ട് ചെയ്തിട്ട് ഇവിടെ കുറേ കൊലപാതകമൊക്കെ ചെയ്തു കേട്ടോ. അമേരിക്ക വന്നിട്ട് ഫണ്ട് ചെയ്തിട്ട് ഒരു വലിയൊരു ജനസൈഡ് പോലെ ഒരു സംഭവം നടന്നു. പിന്നെ അത് കഴിഞ്ഞ് വേറെ ഗവൺമെന്റ് വന്നിട്ട് പിന്നെ 2007 ഓർത്തേക്ക് വന്നു. പിന്നെ ഇവിടുത്തെ എന്താ പറയുക സ്വേച്ഛാധിപത്യം എടുത്ത് കളഞ്ഞ ഒരു വ്യക്തിയായിരുന്നു ഓർത്തേക. പക്ഷേ 2007 അദ്ദേഹം വീണ്ടും വന്നിട്ട് പിന്നെ അദ്ദേഹം തന്നെ ഒരു സ്വേച്ഛാധിപത്യമായിട്ട് മാറിയ ഒരു കഥയാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹമാണ് ഇവിടെ ഭരിക്കുന്നത്. ഇത് നമ്മുടെ സംസ ഫാമിലി കെട്ടിയ ഒരു പ്രിസണാണ് കേട്ടോ. സംസ ഫാമിലിക്ക് എതിരെ അറ്റാക്ക് ചെയ്യാൻ വരുന്നവരെ ഇങ്ങനെ ഇവിടെ നിന്ന് അറ്റാക്ക് ചെയ്യും കേട്ടോ. അതാണ് മലമുകളിൽ കൊണ്ടുവന്ന് കെട്ടിയത്. ഇതായിരുന്നു സംസ സ്വേച്ഛാധിപത്യ കാലത്തെ അണ്ടർഗ്രൗണ്ട് പ്രിസൺ. അവർക്കെതിരെ പറയുകയും അവർക്കെതിരെ പോരാടുകയും ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള അവരുടെ അന്നത്തെ
ഇതൊക്കെ ലവ് സെക്ഷനാണ്. ഇതാണ് കേട്ടോ പ്രിസൺ റൂമുകൾ കണ്ടോ. ഇതൊക്കെയാണ് അന്നത്തെ പ്രിസൺ റൂമുകളാണ്. അവിടെ നിന്ന് തന്നെ കുളിക്കണം. എന്താ ആ കാണുന്നത് കക്കൂസിൻ്റെ ഇതാണെന്ന് തോന്നുന്നു. ഇതൊക്കെ കണ്ടോ. അന്നത്തെ വിപ്ലവ നായന്മാർ കഷ്ടപ്പെട്ടിരുന്ന ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് കേട്ടോ. ഇവിടെ ബോംബിട്ടാലും തകരൂല കേട്ടോ. ആൻറ്റി എന്താ പറയുക ബോംബ എന്നാണ് ഇവർ പറയുന്നത്. അതായത് ബോംബിട്ടാലും തകരാത്ത രീതിയിലാണ് കേട്ടോ ഇത് കൺസ്ട്രക്ഷൻ ഉണ്ടാക്കിയത്. ഇത് പുറത്തോട്ട് പോകുന്നതാണ്. ഇപ്പം ഇവിടെയൊക്കെ പ്രണയങ്ങളുടെ ചിത്രങ്ങളും പ്രണയിക്കുന്ന ആളുകളുടെ പേരൊക്കെ എഴുതി മനോഹരാക്കി വെച്ചിരിക്കുകയാണ് ഓരോ ആൾക്കാർ ജയിലിൽ. ഇവിടെ ഒരു ചേട്ടൻ കുറേ നേരമായിട്ട് ഇന്ന് സ്റ്റണ്ട് ചെയ്യാണ്. അയ്യോ നിർത്തി കേട്ടോ. പുള്ളിക്കാരൻ പൊക്കി പറത്തി അടിച്ച് ഇങ്ങോട്ട് വന്നു. നാറ്റമുള്ള നമ്മുടെ തിരുവനന്തപുരത്തെ പാർവതി പുത്തനാറ് പോലത്തെ വെറും വേസ്റ്റൊക്കെ ഇട്ട് തള്ളിയൊരു സ്ഥലം കേട്ടോ. വെള്ളം ഈ കല്ല് ഇത് കണ്ടോ. ഇത് പണ്ടത്തെ ഇവിടത്തെ ആ സെയിമാണ് കേട്ടോ. പണ്ട് കല്ല് ഉപയോഗിച്ചായിരുന്നു അവർ ഇതുപോലെ റോഡ് പാകിയിരുന്നത്. ഇവിടെ പോസ്റ്റിൽ വരെ ഇവരുടെ പൊളിറ്റിക്കൽ രാഷ്ട്രീയപരമായിട്ടുള്ള പാർട്ടിയുടെ കളർ ഉപയോഗിച്ചിട്ടുള്ള പെയിൻ്റാണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളിനി സിറ്റിയിലോട്ട് പോവാണ്. ലിയോൺ എന്ന് പറയുന്ന മഹത്തായിട്ടുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള കൊളോണിയൽ നഗരം. നമ്മുടെ സ്പാനിഷ് അച്ഛന്മാർ പ്രീസ്റ്റുകൾ ഇവിടെ ക്രിസ്ത്യാനിറ്റി കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ താമസിച്ചിരുന്ന ഇൻഡിജീനസ് ആളുകൾ അവർക്ക് വേണ്ടി പണിത ഒരു ക്രിസ്ത്യൻ ആരാധനാലയമാണ്. ഇവിടെ ഉണ്ടായിരുന്നത് ഇൻഡിജിനസ് ആയിട്ടുള്ള ആളുകൾ മാത്രമാണ്. പിന്നെ സ്പാനിഷുകാർ വന്നു. ആക്ച്വലി പണ്ട് ലിയോൺ എന്ന് പറയുന്ന നഗരം ഇവിടെ അല്ലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്, വേറൊരു സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ വോൾക്കാനോ ഉണ്ടല്ലോ. 1560 കാലഘട്ടത്തിൽ ഇവിടുത്തെ വോൾക്കാനോ പൊട്ടി. പിന്നീട് 1600 ആയപ്പോൾ ആ വോൾക്കാനയുടെ അവിടെ നിന്ന് ആളുകളെല്ലാം ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് ഇവിടെ സിറ്റി സ്ഥാപിച്ചു. അവിടെ നിന്നെല്ലാം വിട്ട് കളഞ്ഞു. അപ്പോൾ അവിടുത്തെ റൂയിൻസ് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ പിന്നീട് സ്പാനിഷുകാർ വന്നപ്പോൾ സ്പാനിഷുകാർ സിറ്റി ഫുള്ള് കൈയടക്കിയിട്ട് അവരുടെ മനോഹരമായിട്ടുള്ള വീടുകളും ബിൽഡിങ്ങുകളൊക്കെ നിർമ്മിച്ച് അവരവിടെയായി. പിന്നെ പുറത്ത് ഔട്ട്സ്കേർട്ടിൽ ഇൻഡിജിനസ് ആളുകളെ താമസിച്ചു തുടങ്ങി. പിന്നെ ഇൻഡിജിനസും ഇവർ വെളുത്ത ആൾക്കാരുമായിട്ട് മിക്സായി. അങ്ങനെ പിന്നെ കുറേ മിക്സ് ഇപ്പം നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ 3 നിലയായിട്ടാണ് കേട്ടോ ഈ പള്ളി പണിതിരിക്കുന്നത്. ഇതൊന്നാമത്തെ നില, രണ്ടാമത്തെ നില മുകളിൽ, മൂന്നാമത്തെ നില താഴെ. ഇത് അണ്ടർഗ്രൗണ്ട് ഒരു നിലയും കൂടെ ഉണ്ട് കേട്ടോ. ഇൻഡിജിനസുകാരുടെ അന്നത്തെ ദൈവമായിട്ടുള്ള സൂര്യൻ ആ ഒരു തരത്തിലുള്ള ഒരു സംഭവം കേട്ടോ വെച്ചിരിക്കുന്നത്. ഇതാണ് പള്ളി കേട്ടോ. ഭയങ്കര വലിപ്പമുള്ള പള്ളി. നോക്കുക എന്ത് വലിപ്പമാണെന്ന് ഈ പള്ളിക്ക്. ഈ താഴ്പയുള്ള എല്ലാം കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയതും ഇതെല്ലാം തന്നെ മരമാണ് കേട്ടോ. ഫുള്ള് മരപ്പണിയാണ്. നോക്കിക്കേ മരം ഇതെല്ലാം പിന്നെ കൈകൊണ്ട് പണിത സാധനങ്ങളാണ്. നമ്മുടെ ഒരു അൽത്താര 1700-കളിലാണ് കേട്ടോ ഈ പള്ളി സ്ഥാപിച്ചത്. ഇത് നമ്മുടെ തെറ്റുകൾ പറയാൻ വേണ്ടിയിട്ടുള്ള അതിനെ മറന്നുപോയി. ഈ കാണുന്നത് ഇവരുടെ ഇൻഡിജീനസുകാരുടെ ആണല്ലോ. അവർ ക്രിസ്ത്യാനിറ്റിയിൽ വന്നപ്പോഴൊക്കെയാണല്ലോ ഈ പള്ളി പണിതത്. ഇൻഡിജീനസ് അവരുടെ ഒരു നായ, ഒരു സ്കെൽറ്റൻ, അതൊക്കെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ പള്ളിയിൽ അച്ഛനായിട്ട് പഠിക്കുന്ന കുട്ടികളൊക്കെ ചുവന്ന ഡ്രസ്സാണ് കേട്ടോ ഇവരിട്ടേക്കുന്നത്. നമ്മുടെ പള്ളിയുടെ മുൻഭാഗത്തെ ദൃശ്യം ഈ കാണുന്നതാണ്. പള്ളിക്ക് മുന്നോടിയായിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഗ്രൗണ്ടുണ്ട്. പൊതുവെ എങ്ങനെയാണ് മിക്ക സെൻട്രൽ അമേരിക്കൻ രാജ്യങ്ങളുടെ ഒരു ടൗൺ സംവിധാനം അല്ലെങ്കിൽ ഒരു സെൻട്രൽ സംവിധാനം എന്ന് പറയുന്നത്, ഒരു ഗ്രൗണ്ട്, ഒരു പാർക്ക് കാണും. അതിന് മുന്നോടിയായിട്ട് ഒരു വലിയ ഒരു കത്തീഡ്രലോ ബസിലിക്കയോ ഒരു പള്ളിയോ എന്തെങ്കിലുമൊക്കെ.
സെമിനാരിക്ക് പഠിക്കുന്ന പെൺകുട്ടികളും ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും നടന്നു പോകുന്നതാണ് കേട്ടോ. ചുമന്ന ഇതിട്ട് കണ്ടോ. ഞാൻ വെള്ളം വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഈ ഒരു വെള്ളം വാങ്ങിച്ചപ്പം 75 രൂപ കേട്ടോ. നമ്മുടെ നാട്ടിൽ 75 രൂപയാണ്. നമ്മുടെ നാട്ടിൽ 30 രൂപയ്ക്ക് കിട്ടുന്ന 1.5 ലിറ്റർ. ഇവിടെ എല്ലാത്തിലും വിലയാണ്. ഈ ഒരു കോള, നമ്മുടെ നാട്ടിൽ ഈ കോളയ്ക്ക് നിങ്ങൾക്ക് വില അറിയാമല്ലോ. ഇത് ഇവിടുത്തെ ഒരു 200 രൂപ, 210 രൂപ കേട്ടോ. ഇത്രയും വരുന്ന കോളയ്ക്ക് വരുന്നത്. ഇവിടെ എല്ലാത്തിനും വിലയോട് വിലയാണ്. വേറെ എന്ത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി. ഈ കാണുന്ന ഒരു കുപ്പി വെള്ളത്തിന്, കൊച്ചു 10 രൂപയുടെ വെള്ളത്തിന് 50 രൂപയാണ് കേട്ടോ ഇവിടെ വരുന്നത്. ഇവിടെ പപ്പയ്ക്ക് ധാരാളം കാണാനായിട്ട് സാധിച്ചു. പിന്നെ പുറത്തുചക്ക, പഴം, മെലൺ, ഇത് നമ്മുടെ തണ്ണിമത്തനാ. ഇവിടെയുള്ള പല ബിൽഡിങ്ങുകളും, കൊളോണിയൽ ഭാഗമായിട്ടുള്ള ബിൽഡിങ്ങുകളെല്ലാം ഇപ്പോൾ ഇതുപോലുള്ള കഫേകളും റെസ്റ്റോറൻറ്റുകളും ബാറുകളും സൂപ്പർ മാർക്കറ്റുകളൊക്കെ ആക്കി മാറ്റിയിരിക്കുകയാണ്. ഈ കാണുന്നത് ഇവരുടെ പണ്ടത്തെ സെമിനാരി ആയിരുന്നു. ഇവിടുത്തെ റവല്യൂഷൻ്റെ സമയത്ത് ഹെൽപ്പ് ചെയ്ത ആളുകൾക്ക് ഫ്രീ ആയിട്ട് വിദ്യാഭ്യാസം കൊടുത്ത ഒരു സെമിനാരി ആയിരുന്നു. പിന്നീട് അത് കോളേജാക്കി മാറ്റി. ഈ കാണുന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സെൻട്രൽ ഭാഗം. വെറുതെ കുറേ ചേട്ടന്മാർ പൈസയ്ക്ക് വേണ്ടി മാത്രം ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ, ഓരോ ബൈക്കുകളോ നോക്കാനെന്നുള്ള പേരിൽ. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു സെൻറ്റർ ഭാഗം. ഈ കാണുന്നതാണ് നമ്മുടെ യുനെസ്കോയുടെ ഭാഗമായിട്ടുള്ള ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ചർച്ച്. സോറി, ഈ കാണുന്നതല്ല ബസിലിക്ക. ആ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ബസിലിക്ക കാണാൻ പറ്റുന്നത്. ബസിലിക്കയ്ക്ക് പോകുന്ന വഴിയായിട്ട് ഇവിടെ ധാരാളം ഒരു പ്ലക്കാർഡുകളിലായിട്ട് ഇവിടെ കുറേ ബോർഡുകൾ കാണാൻ സാധിക്കും. അതായത് ഇവിടെ മുമ്പ് നമ്മുടെ സംസ എന്ന് പറയുന്ന ഒരു ഡിക്റ്റേറ്റർ ആയിട്ടുള്ള ഒരു ഫാമിലി ഉണ്ടായിരുന്നു. ആ ഫാമിലിക്കെതിരെ ഒരു റെവല്യൂഷൻ അഴിച്ചുവിട്ട് ആ റെവല്യൂഷന് വേണ്ടി പോരാടി മരിച്ച ആളുകളുടെ ചിത്രങ്ങളും അവരുടെ ഫോട്ടോകളും അവരുടെ കഥകളൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നിക്കാരാഗോയുടെ ഫ്ലാഗ്, പിന്നെ FSLN ഇവിടുത്തെ നമ്മുടെ ഒർത്തേഗ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഫ്ലാഗൊക്കെയാണ് കേട്ടോ. അന്നത്തെ റെവല്യൂഷണറിസ്റ്റ് ആളുകളുടെ കുറേ ഇതൊക്കെയാണിതാ ഒരു അന്നത്തെ കാഴ്ചകൾ അവർ വരച്ചു വച്ചിരിക്കുന്ന ഒരു രീതിയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം രാത്രി ഞാനിവിടെ കാണിച്ചു തന്നായിരുന്നു നിങ്ങൾക്കൊക്കെ. ഇവിടെ നമ്മുടെ ചെഗുവേര, ഫിഡൽ കാസ്ട്രോയും ഓർത്തോഗയും ഇപ്പോഴത്തെ ഇവിടുത്തെ പ്രസിഡന്റ്, അന്ന് ഇവിടെ റെവല്യൂഷൻ നയിച്ച് പോരാടി ജയിച്ച അന്നത്തെ പ്രസിഡന്റ് ആയ ആളും. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ അവരെയൊക്കെ ഫേവർ ചെയ്തുകൊണ്ട് അവരുടെ കഥകളൊക്കെ എഴുതി വച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ കുട്ടികളിരുന്ന് ബാസ്കറ്റ് ബോൾ കളിക്കുകയാണ്. അതിൻ്റെ ഇപ്പുറത്തായിട്ട് റെവല്യൂഷൻ്റെ സമയത്ത് റെവല്യൂഷൻ തുടങ്ങിയപ്പോൾ ആക്രമിച്ച പട്ടാളക്കാരുടെ ചിത്രമാണ് കേട്ടോ. GN, അന്നത്തെ ഗാർഡ് ഓഫ് നാഷണൽസ്, അവർ അക്രമം അഴിച്ചു വിട്ടിട്ട് ഇവിടുത്തെ ഉള്ള ആളുകളെയൊക്കെ കുരുതി കൊടുത്ത് കൊന്നു. അതിൻ്റെ ഒരു ചിത്രമാണ് വരച്ചു വച്ചിരിക്കുന്നത്. പിന്നെ ഈ കാണുന്നത് ഈ ഒരു നാടിൻ്റെ ഒരു വലിയൊരു കഥയാണ് കേട്ടോ ഇവിടെ ചിത്രമായിട്ട് അവർ വരച്ചു വച്ചിരിക്കുന്നത്. ഈ കാണുന്നത് നമ്മുടെ റെവല്യൂഷനൊക്കെ ശേഷം അമേരിക്ക ഫണ്ട് ചെയ്ത് നമ്മുടെ CIA കണ്ടില്ലേ, CIA ഫണ്ട് ചെയ്തിട്ട് ഈ ഒരു രാജ്യത്ത് പ്രക്ഷോഭം അഴിച്ച് ഇവിടുത്തെ ഗവൺമെൻറ്റിനെ പിടിക്കാനായിട്ട് ഒരു ശ്രമം നടത്തി. അതിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവരുടെ നാടിനെ തുലയ്ക്കാൻ വേണ്ടി അമേരിക്ക കാണിച്ച കുറച്ച്, USA കാണിച്ച കുറച്ച് സംഭവം. ഹോലാ, കോമസ്റ്റാസ് ആമിഗോ. ഈ കാണുന്നത് നമ്മുടെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ലിറ്ററേച്ചർ ഒരു പുള്ളിയാണ് കേട്ടോ. ഹോലാ, കോമസ്റ്റാസ്? ബുവനോ. Tu nombre? Pedro, mucho gusto, Pedro. ¿Tú? Alejandro. ¿Tú? Mucho gusto. Soy de India. Viajando. Visitando. ¿Ah? Visitando. Sí. ¿Cómo le parece aquí Nicaragua? ¿Cómo le parece Nicaragua? Bien, mucho bien. എൻ്റെ സ്പാനിഷ് അടിപൊളിയായിട്ട് വരുന്നു. ഈ കാണുന്നത് അന്നത്തെ ഇവിടുത്തെ ആദിവാസി ഇൻഡിജീനസ് ആയിട്ടുള്ള ആളുകളായിരുന്നു. അപ്പം അവിടുത്തെ ഇൻഡിജീനസിൻ്റെ ഒരു മൂപ്പനെയാണ് വരച്ചു വെച്ചിരിക്കുന്നത്. അവിടെ ആയിട്ട് ഒരു വോൾക്കാനോ കണ്ടില്ലേ, അതായത് 1524 ഈ വോൾക്കാനോ പൊട്ടി. ഈ വോൾക്കാനോ പൊട്ടിയതിന് ശേഷം അവിടെ ഉള്ള ആളുകൾക്ക് ജീവിക്കാൻ പറ്റിയില്ല. അങ്ങനെ ആളുകൾ ദാണ്ടെ കുതിരയിലും എല്ലാത്തിലുമായിട്ട് പലായനം ചെയ്ത് 1610 ആയപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം ഇവിടെ അവർ ലിയോൺ എന്ന് പറയുന്ന ഒരു നഗരം സ്ഥാപിച്ചു. അതിൻ്റെ കഥയാണ്
തന്നെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ലിയോൻ്റെ ഒരു ചിത്രം കൂടിയാണ് സിംഹം എന്ന് പറയുന്ന ഇത്. പിന്നെ അങ്ങനെ അവർ നഗരം സ്ഥാപിച്ചിട്ട് ഇവിടെ അവർ അവരുടെ കൃഷിയായിട്ടുള്ള പ്ലാന്റെയിന്, കരിമ്പ്, കോണ് ഒക്കെ വളർത്തി അവരിവിടെ ജീവിതം സ്റ്റാർട്ട് ചെയ്തു. അതാണ് ഇവിടുത്തെ ഒരു ചിത്രമാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ അതിനുശേഷം ഇവിടുത്തെ പുതിയ ഒരു ചിത്രമാണ് കോളനൈസേഷൻ്റെ സമയത്തുള്ള ബിൽഡിങ്ങുകൾ. നമ്മുടെ ബസിലിക്ക, ഇതാണ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ വന്നിട്ടുള്ള നമ്മുടെ ഇവിടുത്തെ വലിയ ക്രിസ്ത്യൻ ആരാധനാലയം, കത്തീഡ്രൽ നമ്മുടെ ബസിലിക്കയാണ്. പിന്നെ ഇവിടുത്തെ ഇവരുടെ ട്രഡിഷൻ്റെ ഭാഗമായിട്ട് ഇവർ ഇൻഡിജിനസ് ആൾക്കാർ ഇതുപോലുള്ള ഒരു ഡമ്മി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അടുത്ത് കയറി ഡാൻസ് കളിക്കും. ഇത് അന്നത്തെ സ്പാനിഷ് വുമണെ ചിത്രീകരിച്ചിട്ടുള്ള ഒരു രീതിയാണ് കേട്ടോ, ഫ്ലോറന്റീന. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ വരച്ചു വച്ചിരിക്കുന്നത്. ഈ ഒരു ബസിലിക്കയ്ക്ക് ചുറ്റും 6 ഇതുപോലത്തെ ലൈൻ ഉണ്ട് കേട്ടോ. 6 സിംഹത്തിൻ്റെ ഒരു ഇതുണ്ട് ഇവിടെ. നിക്കാരാഗ്വയിലും മറ്റു പല രാജ്യങ്ങളിലും കോണ്, മൈസ് അത് രണ്ടൊന്ന് തന്നെയാണ്. പിന്നെ കരിമ്പ്, പിന്നെ കോഫി നല്ല രീതിയിൽ അവർ പ്രൊഡക്ഷൻ ചെയ്യും. ഇവിടെയും അങ്ങനെ ഉണ്ട് കേട്ടോ. അന്നത്തെ റെവല്യൂഷൻ്റെ ചിത്രങ്ങളാണ് കേട്ടോ. അതൊക്കെയാണ് അന്നത്തെ AK-47 ചൂണ്ടി. അപ്പോൾ ഈ ഒരു സ്ട്രീറ്റ് ഫുള്ള് അതാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെയും ഇവരുടെ നേതാക്കന്മാരാണ്. ഇവരുടെ പാർട്ടിയുടെ ഫ്ലാഗും ഇവിടുത്തെ രാജ്യത്തിൻ്റെ ഫ്ലാഗും. കഴിഞ്ഞ ദിവസം വന്ന് ഇവിടെയൊക്കെ വന്ന് ജ്യൂസൊക്കെ കുടിച്ചായിരുന്നു. ഇതാണ് നമ്മുടെ സെൻട്രൽ പാർക്ക്, ഇവിടുത്തെ സെൻട്രൽ പാർക്ക്. അതിൻ്റെ മുന്നിൽ നമ്മുടെ ബസിലിക്ക. ഞാൻ നമ്മുടെ ചിത്രത്തിൽ കാണിച്ചു തന്ന ആ ഒരു ഫെസ്റ്റിവലിൻ്റെ സമയത്ത് വെക്കുന്ന പാവയാണ് കേട്ടോ അത് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ബസിലിക്കയുടെ മുന്നിൽ കുറേ സ്ട്രീറ്റ് ഫുഡിൻ്റെ ഷോപ്പുകൾ കാണാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ ബസിലിക്കയാണ് കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു വാട്ടർ ഫൗണ്ടൻ ഉണ്ട്. ഈ പാർക്കിന് ചുറ്റും ആളുകൾ എപ്പോഴും വന്ന് ഇരിക്കും കേട്ടോ. അത് ഏത് രാജ്യത്തായാലും ഇങ്ങനെ തന്നെയാണ്. ഏത് സെൻട്രൽ അമേരിക്കൻ രാഷ്ട്രങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതാണ് ബസിലിക്ക. ഈ ബസിലിക്ക ആക്ച്വലി ഇവർക്ക് പണ്ട് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ആ മണിയിൽ നിന്ന് ഒരു മണി അടിച്ചു. പിന്നെ ആ മണിയിൽ നിന്ന് മണി അടിച്ചിട്ടുള്ളതാണ് ഐതിഹ്യം. പിന്നെ ആ കാണുന്നത് നമ്മുടെ അറ്റ്ലാന്റിസ് ആണ് നമ്മുടെ ഈ ഒരു അതിൻ്റെ ബീമിനെ താങ്ങി നിർത്തുന്ന ഒരു ദൃശ്യമാണ്. ഇവിടെ നിങ്ങൾക്ക് 2 സിംഹത്തിനെ കാണാൻ സാധിക്കും. ഒന്ന് ഇവിടെ 2, അതുപോലെ മറ്റു ഭാഗങ്ങളിലായിട്ട് 4 കാണാൻ സാധിക്കും. അങ്ങനെ 6 സിംഹങ്ങളും ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്നലെ ബ്രോ ഇതെല്ലാം എനിക്ക് വേണ്ടി പാവം ട്രാൻസ്ലേറ്റ് ചെയ്തത് പറഞ്ഞത്. ഞാൻ പറഞ്ഞ് ബ്രോ ഗൈഡാവ്. അപ്പോൾ പുള്ളിക്ക് ഓൾറെഡി ജോലിയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനമല്ലേ, ഞാൻ നിങ്ങൾക്ക് എല്ലാം സെറ്റ് ചെയ്ത് തരാം. ട്രിപ്പ് അഡ്വൈസർ, പിന്നെ ഗൈഡിൻ്റെ കുറേ വെബ്സൈറ്റൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ഒന്ന് രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ട് പുള്ളിക്കാരനെ ഒരു ഗൈഡ് ആക്കണം കേട്ടോ. അതാണ് എൻ്റെ പ്ലാന്. പുള്ളിക്ക് ഒരു ചെറിയൊരു വരുമാനം കിട്ടും. അതിൻ്റെ അപ്പുറം പുള്ളിക്ക് ഇഷ്ടമുള്ള പരിപാടിയാണ് കേട്ടോ. പുള്ളിക്ക് കുറേ വിദേശികളൊപ്പം സുഹൃത്തുക്കളാവാം, കമ്പനിയാവാം. അപ്പോൾ അങ്ങനത്തെ കുറേ ഉപയോഗമൊക്കെ ഉണ്ട്. ഒരു കൾച്ചറൽ എക്സ്പീരിയൻസ് കൂടെ കിട്ടും. ആ കാണുന്നത് ഇവിടുത്തെ ഒരു സ്കൂളാണ്, അതായത് ഒരു കോളേജാണ്. ഈ കാണുന്നത് കല്ല് വെച്ച് പണിത മറ്റൊരു കോളേജാണിത്. ഇവിടെ ഈ ഭക്ഷണമായിട്ട് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു ഐസ്ക്രീമാണ് കേട്ടോ. ഇവരുടെ അവർ ആ ഐസിൻ്റെ മുകളിൽ ആവശ്യമുള്ള ക്രീം ഒഴിക്കും. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഐസ്ക്രീം. ബസിലിക്കയുടെ അടുത്ത് കുറേ റെസ്റ്റോറൻറ്റുകളൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മുടെ ഒൻറ്റാറിയോ ലിയോൺ നഗര മധ്യഭാഗത്ത് അദ്ദേഹത്തിൻ്റെ എന്തോ ഒരു സംഭവമാണ് കേട്ടോ ഇവിടെ വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് നേരെ നോക്കിയാലും അങ്ങ് ദൂരെ കാണുന്നത് വേറൊരു ക്രിസ്ത്യൻ ദേവാലയമാണ്. ഈ കാണുന്നത് ഒരു ചൈനീസ് മോളാണ്, ചൈനീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഷോപ്പ്. അപ്പുറത്ത് മെക്ഡൊണാൾഡ്സ് ആണ് കേട്ടോ. കണ്ടാൽ മെക്ഡൊണാൾഡ്സ് എന്നേ തോന്നില്ല, കൊളോണിയൽ രീതിയിലുള്ള ഒരു മെക്ഡൊണാൾഡ്സ് ആണ്. അവർ അത് മാറ്റാനായിട്ട് നിന്നില്ല. ഇങ്ങോട്ട് മുഴുവൻ പല കടകളൊക്കെയാണ്, പല ഭക്ഷണശാല കടകൾ. ഇതെല്ലാം കേട്ടോ ടെസ്കോ എന്ന് പറയുന്ന ഒരു ചൈനീസ് സ്റ്റോറാണ്. ഇവർ നിരത്തുകളിൽ എന്തൊക്കെയായിട്ട് വിൽക്കുന്നുണ്ട്, കുറേ ജുവലറികൾ, വാലറ്റ് സംഭവങ്ങളൊക്കെ. ഇനിയും കുറേ കൊമറേഡുകളെ ഇവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഏണസ്റ്റോ ചെ ഗുവേര. ആരും പറഞ്ഞുമില്ല, ചോദിച്ചില്ല. ചേട്ടൻ ഒരു പ്ലാസ്റ്റിക് വാരി ഇട്ടു ചൂടാവാതിരിക്കാൻ വേണ്ടി. അതിന് നമ്മൾ പൈസ കൊടുക്കണം. South Beach, man. What's up, man? Good. How are you? We want to send a shout out. We over here straight from that East Zone. We're banging out from the north side, the east side. Love to my cribs, my bloods.
and my motherfucking Latin kings. You know what I'm saying? Straight out from Houston, nigga. Every time we sipping on that lean, we got them exotic pops. I got Ricky Valley screwed up, and we got Germany yelling out dope houses, nigga. Straight out the Hinapina. Free Lil Red, nigga. Free Southpaw Mexican. Free Lil Bean, nigga. Yeah, nigga. Gracias, Hey, gracias, amigo. Fuck all them motherfuckers from the South. Ain't no love for no South doing. പുള്ളിക്കാരെ കഴിയുന്നില്ല. Fuck them niggas. ഓക്കെ, ലെറ്റ്സ് ഗോ, ബൈ. നമ്മളിനി വീട്ടിലോട്ട് പോവാണ്. ഇന്നും കൂടെ ഇവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോവാം. നമ്മുടെ മെക്സിക്കൻ ഫ്ലാഗ് വെച്ചിട്ടുള്ള മെക്സിക്കൻ ഭക്ഷണങ്ങൾ വിൽക്കുന്ന ഒരു തട്ടാണ് കേട്ടോ കണ്ടത്. നമ്മൾ പോയിട്ട് സിറ്റിയൊക്കെ ഒന്ന് കറങ്ങി എല്ലാം കഴിഞ്ഞു ഒന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. ഞാനിന്ന് രാവിലെ ഇവിടുന്ന് വിട പറയേണ്ടതാണ് കേട്ടോ. പിന്നെ പ്ലാൻ മാറി. പിന്നെ ബ്രോ എൻ്റെ അടുത്ത് പറഞ്ഞ് സ്റ്റേ ചെയ്തോളാൻ പറഞ്ഞു. ഞാനങ്ങനെ ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ഓടി മരിക്കണ്ടല്ലോ. അപ്പോൾ ഇന്നും കൂടെ ഒന്ന് റെസ്റ്റ് എടുക്കുകയാണ് ഇവിടെ. നമ്മൾ വീണ്ടും നമ്മുടെ ബ്രോൻ്റെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. ബ്രോൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലാണ് എന്നെ ഹൗസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ പെട്രോൾ വാങ്ങിച്ചൊഴിക്കുകയാണ്. ചുമന്ന പെട്രോളാണ്. ഇതുപോലുള്ള കടകളിൽ നിന്നൊക്കെ പെട്രോൾ വാങ്ങിച്ച് ഒഴിക്കാൻ പറ്റും. ഇവിടെ അമ്മൂമ്മ ഉണ്ടല്ലേ, ആ അമ്മൂമ്മയാണ് കേട്ടോ പെട്രോൾ വിറ്റ്. ഇവിടെയും ബ്രോൻ്റെ വീട്ടിൽ വന്നിട്ട് ബ്രോ ഇവിടെയാണ് കേട്ടോ താമസിക്കുന്നത്. ഞാൻ പുള്ളിയുടെ ഹാമോക്കിൽ ഇവിടെ കിടക്കുവാണ്. ഇവിടെ 2 പട്ടിയൊക്കെ ഉണ്ട്. വീട്ടിൽ നിന്നൊന്ന് ഇറങ്ങി നടക്കാനായിട്ട് ഒന്ന് കുളിച്ചിട്ടൊക്കെ ഇറങ്ങിയതാണ്. ഇവിടെ വന്നപ്പോൾ കണ്ടില്ലേ ഒരു വീട്ടിൽ കേട്ടോ, ഇവിടെ ബാർബർ ഷോപ്പ് നടത്തുവാണ് കേട്ടോ. വീട്ടിൽ പുള്ളിക്കാരൻ ബാർബർ ഷോപ്പ് നടത്തുന്ന കാഴ്ചയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ കുറേ ആൾക്കാർ വന്ന് വെയിറ്റ് ചെയ്തിരിക്കുവാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ മുടി വെട്ടാനായിട്ട്. ഇതുപോലെ കുറേ വീടുകൾ ഞാൻ ഈ ഒരു ഏരിയയിൽ കാണാൻ സാധിച്ചു. ഗ്രാസിയാസ് ബ്രോ, ഗ്രാസിയാസ്. ഇതുപോലുള്ള ഈ സ്ട്രീറ്റിലുള്ള കുറേ വീടുകൾക്ക് ഇങ്ങനെ അവരുടെ വീട്ടിൻ്റെ അകത്ത് തന്നെ അവർ ബാർബർ ഷോപ്പ് നടത്തുന്ന കാഴ്ച എനിക്ക് കാണാനായിട്ട് സാധിച്ചു. ഇന്നിവിടെ ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് പ്രത്യേകമായിട്ട് എല്ലാ ആൾക്കാരും മുടി വെട്ടാനായിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു രീതിയാണ് കേട്ടോ ഇന്ന് ഞാൻ കണ്ടത്. ഇവിടെ റോഡൊക്കെ വളരെ മോശമാണ്. വെറും കൂതറ റോഡ്. കുറേ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി കിടക്കുന്നു. ആ കാണുന്ന വീടില്ലേ, ആ കാണുന്ന വീടും ആക്ച്വലി ഒരു ബാർബർ ഷോപ്പാണ്. അതിൻ്റെ പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും വെട്ടാൻ. നടന്ന് വന്നപ്പോൾ അടുത്ത സ്ഥലത്ത് ഇവിടെ എന്തോ സെലിബ്രേഷൻ എന്തോ ആണ് കേട്ടോ. ബർത്ത്ഡേ ആണോ ഇവിടെ എന്തോ പരിപാടി കേട്ടോ. ഇവിടെ എന്തോ ബർത്ത്ഡേ ആഘോഷിച്ചിട്ട് ഇവര് എന്തോ ഇവർക്ക് എല്ലാവരും ഞാൻ വിദേശിയാണെന്നുള്ള ഇതില്ല കേട്ടോ. ഗ്രാസിയാസ്. ഇവരെല്ലാവരും വിചാരിക്കുന്ന ഞാനിവിടുത്തെ ഏതോ ലോക്കൽ അതുകൊണ്ടാണ് കേട്ടോ ഇവരങ്ങനെ അധികം എൻ്റെ അടുത്ത് സംസാരിക്കാനൊന്നും വരാത്തത്. ഞാൻ വിദേശിയാണെന്ന് ഒരിക്കലും തോന്നുന്നില്ല. എവിടെ പോയാലും ഏത് മൂലയിൽ പോയാലും ആൾക്കാർ വിചാരിക്കുന്ന ഞാനിവിടുത്തെ ഏതോ ഒരു വ്യക്തിയാണ് കേട്ടോ. അടുത്ത് ഇവിടെ മ്യൂസിക് കിടക്കുന്നുണ്ട്. ഇവിടെയും എന്തോ ബർത്ത്ഡേ ആണ് കേട്ടോ. ഇന്ത്യ വിയഹാന്തോ todos América. Mi comenzó United States, después México, Belice, Guatemala, El Salvador, aquí. El Salvador y aquí. Nicaragua. ഇവിടെ എന്തോ ഒരു ബർത്ത്ഡേ ആഘോഷിക്കുന്ന പരിപാടിയാണ് കേട്ടോ. ഇവിടെ കുട്ടികള് tú Felisa? No, ella. Oh, Felisa. Feliz año, no, feliz año. പുള്ളിക്കാരിയുടെ 53ാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ ഇവിടെ. അവര് കോളേജിൽ നിന്ന് വെച്ചിട്ട് ഹോല കോമസ്റ്റാസ്, ഹോല കോമസ്റ്റാസ്, muchas gracias, mucho bien, felicidades. അവർക്കും എന്താ പോലെ ഷൈ, എനിക്ക് അതിലുപരി ഷൈ കേട്ടോ. ഇവരുടെ വീടൊക്കെ ഈ കാണുന്നതാണ് കേട്ടോ. ഇവിടെയാണ് 53ാം വയസ്സിൽ ഇതുപോലെ ഇവിടെ യൂട്യൂബ് ചാനലൊക്കെ പിള്ളേർക്ക് കാണിച്ചു കൊടുത്ത് പിള്ളേർ നെട്ടുന്നില്ലല്ലോ. ഈസ് El Salvador. El Salvador. Él andaba en El Salvador. Ese es El Salvador. Tivilote. തിവിലോത്തെ എന്ന് പറഞ്ഞ ഒരു മരമാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് നമ്മുടെ മാങ്ങാ മരം. ഇത് ഇവിടെ കണ്ടില്ലേ കോഴി മുകളിൽ കയറി ഇരിക്കുന്ന നോക്കിക്കേ. മുകളിൽ കയറി കോഴി ഇരിക്കുവാണ് കേട്ടോ അവിടെ. ഇവിടെ കോഴിക്കോട് കണ്ടില്ലേ, ഇവരുടെ കോഴിക്കോടൊക്കെ എങ്ങനെയാണ്. നല്ല രസമുണ്ട് കേട്ടോ. നല്ല അടിപൊളി സ്ഥലം, നല്ല വില്ലേജ് വൈബ്.
ഇവിടെ എല്ലായിടത്തും ഇതുപോലത്തുള്ള കോഴിയാണ് കേട്ടോ. പിന്നെ എല്ലാവരുടെ വീട്ടിലും പട്ടികളുണ്ട്. 1 or 2 പട്ടികളെങ്കിലും മിനിമം ഉണ്ട് കേട്ടോ. ഈ കാണുന്നത് ഇവിടെ തന്നെ കുറേ വീടുകളുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ വാഴ. മിസ്മോ മീ കാസ പ്ലാന്റീനോ മാംഗോ കണ്ടില്ലേ? എന്തോ സംസാരിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ അടുത്ത്. ഹലോ 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 ഹലോ. ഗ്രാസിയാസ്. അവര് എനിക്ക് ഇതൊഴിച്ചു തന്നു കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വേറൊരു ഗ്ലാസ് എടുത്തിട്ട് എനിക്ക് കുറച്ച് മതിയല്ലോ, അപ്പൊ ഇത്രയും മാത്രമേ ഞാൻ എടുത്തോളൂ. അപ്പൊ പറഞ്ഞു എനിക്ക് കേക്കൊക്കെ തന്നു. ഞാനിവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഇന്ന് എനിക്കൊരു ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി പറ്റി. 53 വയസ്സായിട്ടുള്ള ഏതോ ഒരു ആന്റിയുടെ അല്ലെങ്കിൽ അമ്മൂമ്മയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഫെലീസ് കുപ്ലിയനോസ്. ഓക്കെ ഫെലിസ് കുപ്ലിയനോസ് എന്നാണ് നമ്മുടെ താങ്ക് യുനെ പറയുന്നത്. ഇവർ ഇത്രയും നേരം പാട്ടൊക്കെ ഇട്ട് മുഴക്കുമായിരുന്നു. ഞാൻ വന്നോണ്ട് എനിക്ക് വേണ്ടി ഇവര് ഒന്ന് ഓഫ് ചെയ്തതാണ് സംഭവം. ഇവിടെ ഇവര് ടിക്ടോക്ക് എടുക്കുവാണ് കേട്ടോ. ¿Cuánto tiempo vienes a estar aquí? Aquí mi días. Uno día. 2 días. 2 días. 2 de León. Después go Managua. 1 día. 2 días. Después Después Costa Rica. a Costa Rica. Después Costa Rica, Panamá, Colombia, todo sur América. Todo Sudamérica. Ya pasó por aquí. Mi español bien? Sí, Sí? bien. Sí, va, ok. Claro. En Spanish hablamos mucho. Pero tiene que decir después. Después. Después estoy en León. Después voy a Managua. Después. Voy a Managua. Después voy a Managua. Correcto. Voy a Managua. 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 Después Costa Rica. Después Costa Rica. Después Panamá. Después. Próxima. Colombia. Próxima todo Suramérica. ഇവരെല്ലാരും നല്ല കമ്പനി കേട്ടോ, നല്ല ആൾക്കാര്. ഒരു ടിക്ടോക്ക് ചെയ്യാൻ വേണ്ടി എന്നെ കൂടെ ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അടിപൊളിയായിട്ട് കൊച്ചുകുട്ടികൾ ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. ബേബി പുള്ളിക്കാരിയുടെ മകളാണ് കേട്ടോ. ഹെർമോസ ഹെർമോസോ. ഞാൻ ജെൻഡർ മാറ്റി പറഞ്ഞു ബോയ്. ഹെർമോസ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെയാണ് കേട്ടോ പറയുന്നത്. ഇത് ആണുങ്ങളാണ്. ഹെർമോസ ബ്യൂട്ടിഫുൾ. Bienvenido. Mucho familia, mucho bien. Muchas gracias. Bienvenido a mi casa, India. Okay. ഫോട്ടോ കാണാന്ന്. അവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് പോവാണ്. അഡിയോസ്, നോസ് വാമോസ്. കേട്ടോ, നല്ല ഫാമിലി കേട്ടോ. ഇവിടേക്കാണ് അവരുടെ ഇതാണ് കേട്ടോ അവരുടെ വാഷ്റൂം. പട്ടി എന്നെ കടിക്കും, അതുകൊണ്ട് എനിക്ക് വേണ്ടി നല്ല ഫാമിലി കേട്ടോ. ഇവിടെ ഇവരുടെ നാരങ്ങ എന്ന് പറയുന്ന വാക്ക് വന്നത് നമ്മുടെ കേരളത്തിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തത്. മലയാളം വാക്കാണ് നാരങ്ങ. അതാണ് കേട്ടോ. ചാോ. നല്ല കുട്ടികൾ, നല്ല ഫാമിലി, നല്ല കുട്ടികളും കേട്ടോ. ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു. തോക്കം കൊണ്ട് ചേട്ടൻ എവിടെയാ പോകുന്നേ? തോക്കല്ല കേട്ടോ, മറ്റേ കട്ട് ചെയ്യുന്ന സാധനം. ഇവിടെ ഈ ചെറിയ വീട്ടിലുണ്ടോ അവര് പഴം എന്തോ വറുത്തിട്ട് അവിടെ വീട്ടിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ, വിൽക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ ആളുകൾ ഇതുപോലെ ഇങ്ങനെ കസേര ഇട്ടിട്ട് ഇങ്ങനെ വെറുതെ സംസാരിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും. അങ്ങനത്തെ കാഴ്ചകളാണ് ഇവിടെ കൂടുതൽ കാണാൻ സാധിക്കുന്നത്. നോയിസ് പൊല്യൂഷൻ, പബ്ലിക് മ്യൂസിക് ഒക്കെ വളരെ കോമൺ ആണ്. അവിടെ കുറെ ചേട്ടന്മാർ ഇതാ പാട്ടൊക്കെ കളിച്ചോണ്ട് ഡാൻസ് കളിച്ചോണ്ടിരിക്കുക, എന്തൊക്കെ കുടിച്ചോണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ പ്ലാന്റ്സ് അല്ലേ ഈ കാണുന്നതൊക്കെ? കറക്റ്റ് നമ്മുടെ നാട്ടിലെ ചെടികള് എല്ലാം.
ഒരു രാജ്യം ആക്ച്വലി കുറച്ചൊക്കെ സേഫ്റ്റി ഉള്ള രാജ്യമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കിടന്ന് കറങ്ങി നടക്കുന്നത്. ഈ നൈബർഹുഡിലൊക്കെ കുറേ പയ്യന്മാരും ടീംസും മാത്രം. ചില ആൾക്കാർ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കിളിയൊക്കെ പോയിട്ട് നിൽക്കുന്ന കാഴ്ചയാണ്. പക്ഷേ ഈ ഒരു രാജ്യം മറ്റു സെൻട്രൽ അമേരിക്കൻ രാഷ്ട്രങ്ങളെ വെച്ച് നോക്കുമ്പം അത്യാവശ്യം സുരക്ഷിതമാണ് കേട്ടോ. അത്യാവശ്യമൊന്നുമല്ല, നല്ല അത്യാവശ്യം സുരക്ഷിതമാണ് മറ്റു രാജ്യങ്ങൾ, എസ്പെഷ്യലി ഹോണ്ടുറാസൊക്കെ വെച്ച് നോക്കുമ്പോൾ. പിന്നെ എൽ സാൽവഡോർ ഇപ്പോൾ സുരക്ഷിതമായിട്ട് മാറി. അല്ല കണ്ടില്ല, കുറേ വിയേഡായിട്ടുള്ള കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ. ഹൂഡിയൊക്കെ ഇട്ടിട്ട് മറ്റേ ഗ്യാങ്ങിനെയൊക്കെ പോലെ തോന്നിക്കുന്ന കുറേ വിയേഡായിട്ടുള്ള കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. ബാസ്കറ്റ് ബോളാണ് ഇവരുടെ പ്രധാന വിനോദം എന്ന് തോന്നുന്നു. ബാസ്കറ്റ് ബോൾ കളിക്കുന്ന കണ്ടിട്ടുണ്ട് ഞാൻ. തൊട്ടപ്പുറത്തായിട്ട് ബേസ്ബോൾ കളിക്കുന്ന സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്. മേഘങ്ങളൊക്കെ നോക്കിക്കേ, സൂര്യൻ അസ്തമിക്കാറ് ഏകദേശമായിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഞാൻ പറഞ്ഞ് വീണ്ടും എടുക്കുന്നു. ഏത് വീട്ടിൽ പോയാലും പുറത്ത് നിങ്ങൾക്ക് ആളുകൾ ചേറിട്ടിട്ട് ഇതുപോലെ ഇരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഷൂസൊക്കെ എടുത്തിട്ട് ഫുള്ള് ഷൂസാണല്ലോ. ഇവിടെ നമ്മുടെ ഷൂസ് ഉണ്ട്. ലൈൻ കമ്പിയിൽ മുഴുവൻ ഷൂസാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയില്ല. ആയിട്ട് ഇവർക്ക് നടക്കാനും എക്സസൈസ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു പാർക്കാണ് കേട്ടോ. ഈ കാണുന്ന ഭാഗത്ത് ഫുള്ള് കുറേ മരങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരു ലോങ് നീളമുള്ള ഒരു വലിയൊരു പാർക്കാണ് ഇവിടെ. കണ്ടോ, ഇതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് ഒരിക്കലും തോന്നില്ലല്ലോ നമ്മുടെ നാട്ടിലുള്ള കറക്റ്റ് നമ്മുടെ വീട്ടിലൊക്കെ നട്ട് വളർത്തുന്ന ആ സെയിം ചെടികൾ. ഇവിടെ കുറേ പേര് വിശ്രമിക്കാനായിട്ട്, കുറേ പേര് എക്സസൈസ് ചെയ്യാൻ വേണ്ടി കുറേ പേര് ഇതിലേക്കൂടെ വരുന്നുണ്ട്. പക്ഷേ ആളുകളൊക്കെ വെറും കച്ചറ ഇട്ടൊക്കെ ഏതാണ്ട് ഫുള്ള് വേസ്റ്റും ഇതൊക്കെ ഇട്ടിട്ട് പാർക്കിൽ അങ്ങനെ സൂക്ഷിക്കൊന്നുമില്ല കേട്ടോ. ഫുള്ള് കച്ചടയും ഇതായിട്ട്. ബേനോ ഇവിടെയും കച്ചട, അവിടെയും കച്ചട, എല്ലായിടത്തും കച്ചട കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഇവർ ബേസ്ബോൾ കളിക്കുകയാണ്. അവിടെ ഞാൻ രാവിലെ കണ്ടായിരുന്നു കേട്ടോ. ഇതിലേക്കൂടെ പാസ് ചെയ്ത് പോയപ്പോൾ ഇവർ ബേസ്ബോൾ കളിക്കുന്ന ഭാഗം. ഓ, ഇന്നിപ്പം എൻ്റെ തലമണ്ട പൊട്ടിയാൻ കേട്ടോ. ഇവിടെ ഒരു ബാസ്കറ്റ് ബോളാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് കളിക്കുന്നത്. അതെനിക്കൊന്ന് പുള്ളിക്കാരൻ കോച്ചെന്തോ ആണ് കേട്ടോ ഈ കാണുന്ന ആള്. ഞാൻ വീട്ടിൽ വന്നപ്പോൾ ബ്രോ എന്നെ കെട്ടിപ്പിടിക്കുവാണ് കേട്ടോ. ബ്രോന് പേടിയായിപ്പോയി. ഞാൻ എവിടെയെങ്കിലും പോയോളൂ കേട്ടോ. നടക്കാനൊക്കെ പോയപ്പോൾ ബ്രോ പേടിച്ചു. ഞാൻ പോകുന്നതിന് വേണ്ടി ബ്രോയുടെ അടുത്ത് പെർമിഷൻ ചോദിച്ചിട്ടാണ് പോയി. അപ്പം തന്നെ ബ്രോ പറഞ്ഞു എനിക്ക് പേടിയാവുന്നു. ഞാൻ പറഞ്ഞു ഞാൻ ഇത്രയും രാജ്യങ്ങളിൽ പോയാലും ഇപ്പം തന്നെ ബ്രോൻ്റെ വീട്ടിൽ എത്തിപ്പെട്ടില്ലേ. ബ്രോ ഭയങ്കര സ്നേഹം കേട്ടോ എൻ്റെ അടുത്ത്. എന്നെ ഒരു അനിയനെ പോലെ ഇപ്പോൾ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടോ. എന്നെ കണ്ടപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. പുള്ളി പേടിച്ച് എന്തോ എഴുതുവാണ് കേട്ടോ എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി. ഞാനും ബ്രോയും കൂടെ ഭക്ഷണം ഉണ്ടാക്കുവാണ്. ബ്രോ എനിക്ക് വേണ്ടി ചീസ് ഒക്കെ നോക്കിക്ക്. ഓ, ഇത് ഞാൻ കരിച്ചല്ലോ പടച്ചോനെ, സോറി. ഞാനാണ് കേട്ടോ ഇതുണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇത് കരിഞ്ഞു പോയി. ഇത് വാഴപ്പരമാണ്, കണ്ടില്ലേ. ഇവിടെ പഴം പൊരിച്ചിട്ട് ഇവരിങ്ങനെ കഴിക്കും. ഇത് ഭയങ്കര കോമണാണ്. ഭയങ്കര എണ്ണായിട്ടുള്ള സാധനമാണ്, കണ്ടില്ലേ. വെറും പഴം അടുത്തതും എന്തോ പൊരിച്ചതും കരിഞ്ഞതുമാണല്ലോ. പിന്നെ ഇവിടെ ബീൻസ് ഉണ്ട്. ബീൻസ് ഇവരുടെ പ്രധാന ഭക്ഷണമാണ്, നിങ്ങൾക്കറിയാലോ. ബീൻസ് ഇതാ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവർ ചീസ് ഇടും. എനിക്ക് ചീസ് വേണ്ട. എനിക്ക് പഴവും ബീൻസും നമ്മുടെ തറുത്തിയും പിന്നെ എനിക്ക് വേണ്ടി പ്രത്യേകം എന്തോ ബ്രോ ഉണ്ടാക്കി തന്നു. ബ്രോയിൻ്റെ ഫാമിലി ആക്ച്വലി ഇവിടെ അല്ല കേട്ടോ. ഫാമിലി ഇന്നലെ അമ്മയായിട്ട് ഞാൻ വീഡിയോ കോളൊക്കെ സംസാരിച്ചു. അമ്മ എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പം നാളെ ഞാൻ ക്യാപിറ്റലിലാണ് പോകുന്നത്. ക്യാപിറ്റലിൽ ഇവരുടെ ബന്ധു ഉണ്ട് കേട്ടോ. അപ്പം ബന്ധുവിൻ്റെ അടുത്ത് അമ്മ ഓൾറെഡി വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു പയ്യനുണ്ട്, അവൻ അങ്ങോട്ട് വരുവാണ്, അവനെ നോക്കണമെന്ന്. അപ്പോൾ താണ്ടെ ഇവിടെ എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നായിരുന്നു. അവൻ്റെ അമ്മ ഓൾറെഡി ഞാനിവിടെ വരുന്നതിന് മുന്നേ തന്നെ സംസാരിച്ചു. എന്നെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി ആൻറ്റി ഉണ്ടെന്ന് കേട്ടോ. എനിക്കിനി വേറൊരു ആൻറ്റിയും കൂടെ ഉണ്ട്. മനാഗയിലും എനിക്കൊരു ആൻറ്റി ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. എന്ത് സ്നേഹം.